ഹലോ മക്കളെ, എല്ലാവർക്കും സൈലന്റ് ലേണിംഗിലേക്ക് സ്വാഗതം. അപ്പോൾ അടിപൊളിയായി നമ്മൾ മലയാളം സെക്കൻഡ് എക്സാം എന്ത് ചെയ്തു, നമ്മൾ എഴുതി അല്ലേ. എല്ലാ ചോദ്യങ്ങളും നമ്മൾ ഒന്നാമത്തെ ചോദ്യം മുതൽ എസ്ഐ ചോദ്യം വരെയുള്ള ചോദ്യങ്ങളൊക്കെ നമ്മൾ എവിടെ ഡിസ്കസ് ചെയ്തിരുന്നു? നമ്മളുടെ മാരത്തോൺ ലൈവിൽ അല്ലേ നമ്മൾ ഡിസ്കസ് ചെയ്ത ചോദ്യങ്ങൾ മാത്രമല്ലേ നിങ്ങൾ എക്സാമിന് കണ്ടിട്ടുള്ളത് അല്ലേ. ഇപ്പോൾ ടീച്ചർ പറഞ്ഞില്ലേ, നിങ്ങളൊന്നും പേടിക്കേണ്ട, 40 മാർക്ക് നമുക്ക് സെറ്റാക്കാമെന്ന് ടീച്ചർ പറഞ്ഞതുപോലെ തന്നെ എന്ത് ചെയ്തു, ചോദ്യങ്ങളെല്ലാം നമ്മൾ പഠിച്ച ചോദ്യങ്ങളാണ് എക്സാമിന് വന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ കണ്ടപ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, സന്തോഷം വരും അല്ലേ. അപ്പോൾ അതേപോലെ മക്കൾക്കും നിറഞ്ഞിരിക്കണം മനസ്സ്, ഒരുപാട് സന്തോഷം വന്നിരിക്കണം എന്നൊക്കെ ടീച്ചർക്ക് അറിയാം. കാരണം ഒരുപാട് മെസ്സേജുകളൊക്കെ ടീച്ചർക്ക് വന്നു അല്ലേ, എക്സാം അടിപൊളിയായിരുന്നു അല്ലെ, ഒരുപാട് താങ്ക് യു ഒക്കെ പറഞ്ഞു. അപ്പോൾ എനിക്കും ആ ഒരു സന്തോഷമൊക്കെ എന്താണ്, ആ ഒരു സന്തോഷത്തിലൊക്കെയാണ് ഞാൻ ഇപ്പോഴും നിൽക്കുന്നത്. അപ്പോൾ പരീക്ഷ കഴിഞ്ഞിട്ടില്ല അല്ലേ. അപ്പോൾ ഇനി മലയാളം ഫസ്റ്റ് ആണ് നമുക്ക് വരാനുള്ളത്. അപ്പോൾ മലയാളം ഫസ്റ്റും എന്ത് ചെയ്യണടാ, നമ്മൾ സെക്കൻഡ് പോലെ തന്നെ നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് എഴുതണം അല്ലേ. അപ്പോൾ അതിനുള്ള എല്ലാ സപ്പോർട്ടുമായിട്ട് ടീച്ചറും സൈലും ഇവിടെ സെറ്റാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ മലയാളം ഫസ്റ്റിൽ വളരെ കുറച്ചധികം പാഠഭാഗങ്ങൾ ഇവിടെ പഠിക്കാനുണ്ട്. മലയാളം ഫസ്റ്റിൽ നമുക്ക് പഠിക്കാനുണ്ട് സെക്കൻഡിനെ അപേക്ഷിച്ച്. സെക്കൻഡിൽ 3 പാഠങ്ങളെ നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ, പക്ഷെ ഫസ്റ്റിൽ എന്ത് ചെയ്യാനുണ്ട്, കുറച്ചധികം പാഠഭാഗങ്ങൾ നമുക്ക് പഠിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമുക്ക് 3 യൂണിറ്റുകളായിട്ടാണ് നമ്മളുടെ മലയാളം ഫസ്റ്റിൻ്റെ ടെക്സ്റ്റ് നമുക്ക് ഉള്ളത്. സുഹൃതഹാരങ്ങൾ, അമ്മ, പാത്തുമ്മയുടെ ആട് എന്ന് പറയുന്ന 3 പാഠങ്ങൾ ഉൾപ്പെടുന്നതാണ് നമ്മളുടെ ആദ്യത്തെ യൂണിറ്റ്. ഉള്ളിലുയിർക്കും മഴവില്ല് എന്നാണ് നമ്മളുടെ ആദ്യത്തെ യൂണിറ്റിൻ്റെ പേര്. രണ്ടാമത്തത് ഭൂമിയാകുന്നു നാം എന്ന് പറയുന്ന യൂണിറ്റാണ്. ആന ഡോക്ടർ, പുളിമാവ് വെട്ടി, പ്രകൃതി പാഠങ്ങൾ അല്ലേ. അപ്പോൾ ഈ 2 യൂണിറ്റുകളാണ് എക്സാമിന് വേണ്ടി ഉണ്ടാവുക എന്നാണ് പറയുന്നത്. അടുത്ത യൂണിറ്റ് കർമ്മോത്സുകതയുടെ ലാവണ്യ മുദ്രകൾ എന്നുള്ളതാണ് 3ാമത്തെ യൂണിറ്റ്. അതിൽ തരിശു നിലങ്ങളിലേക്ക്, അച്യുതം മാമ, നിങ്ങളും നിങ്ങളുടെ ജോലിയും, ഇങ്ങനെ 9ഓളം പാഠഭാഗങ്ങളാണ് നമുക്ക് ഈ 3 യൂണിറ്റുകളായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി നോക്കൂ, ഈ 3 പാഠഭാഗങ്ങൾ അല്ലേ, നമുക്ക് എന്തൊക്കെയാണ് ഈ പാഠത്തിൽ യൂണിറ്റിൽ അല്ലേ. ഇപ്പോൾ യൂണിറ്റ് വിശകലനമാണ്, എന്താണ് ഇവിടെ പഠിക്കാനുള്ളതെന്നാണ് നമ്മൾ നോക്കണേ. അപ്പോൾ മാനവികതയുടെ വ്യത്യസ്ത തലങ്ങളെ സംബോധന ചെയ്യുന്ന 3 പാഠഭാഗങ്ങളാണ് നമുക്കിവിടെ ഉള്ളത്. ഇവിടെ ആദ്യത്തേത് ഏതാണ്, സുഹൃതഹാരങ്ങൾ അല്ലേ. കുമാരനാശാന്റെ ചണ്ടാല ഭിക്ഷുകി എന്ന് പറയുന്ന വളരെ പോപ്പുലർ ആയിട്ടുള്ള, ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട, വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കൃതിയാണ് ചണ്ടാല ഭിക്ഷുകി അല്ലേ. അപ്പോൾ ഇതിൽ ചണ്ടാലൻ അല്ലേ, ഒരു ചണ്ടാല പെൺകുട്ടിയുടെയും ഭിക്ഷുവിൻ്റെയും ഒക്കെ ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്റ്റോറിയാണ് ആ കവിതയിൽ പറയുന്നത്. അപ്പോൾ അത് അല്ലെ വളരെ പ്രധാനപ്പെട്ട ഒരു സാമൂഹ്യ പ്രാധാന്യമുള്ളൊരു കൃതി കൂടിയാണ്. ആ കാലഘട്ടത്തിൽ എഴുതപ്പെട്ട വളരെ പ്രക്ഷോഭമുണ്ടാക്കിയിട്ടുള്ള ഒരു കൃതിയാണ്. അപ്പോൾ അങ്ങനെ ഒരു കൃതിയാണ് ആദ്യത്തേത് അല്ലേ, സുഹൃതഹാരങ്ങൾ എന്ന് പറയുന്ന ചണ്ടാല ഭിക്ഷുവിലെ കുറച്ച് വരികളാണ് പഠിക്കാനുള്ളത്. അടുത്തത് മാധവിക്കുട്ടി അല്ലേ, മലയാള സാഹിത്യത്തിൽ വളരെ തൻ്റെതായ ഒരു ഇടം സൂക്ഷിച്ച, വേറിട്ട ശബ്ദങ്ങൾ കാത്തു സൂക്ഷിച്ച അല്ലെ, വേറിട്ട രീതിയിൽ ആഖ്യാന ശൈലിയിലൂടെ അല്ലെ ഒരുപാട് വ്യാഖ്യാനങ്ങൾക്കും അല്ലെ ദുർവ്യാഖ്യാനങ്ങൾക്കൊക്കെ ഇരയായിട്ടുള്ള ഒരാളാണ് ആര്, മാധവിക്കുട്ടി. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും അവരുടെ എഴുത്ത് എന്ന് പറയുന്നത് എന്താണ്, വളരെ മനോഹരമായ എഴുത്താണ് അല്ലേ. ടീച്ചർക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ട എഴുത്തുകാരികളിൽ ഒരാളാണ് ആര്, മാധവിക്കുട്ടി. അവരുടെ അമ്മ എന്ന് പറയുന്ന കഥയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അടുത്തത് പാത്തുമ്മയുടെ ആട്, ഒരു സത്യമായ കഥ അല്ലേ. പാത്തുമ്മയുടെ ആട് എന്ന് പറയുന്ന നോവൽ ആരുടെയാണ്, നമ്മളുടെ ബഷീറിൻ്റെയാണ് അല്ലേ. അതിൻ്റെ ഒരു പഠനമാണ് നമുക്ക് പഠിക്കാനുള്ള MK സാനുവിൻ്റെ പാത്തുമ്മയുടെ ആട്, ഒരു സത്യമായ കഥ എന്ന് പറയുന്ന നമ്മളുടെ 3ാമത്തെ പാഠഭാഗം. അപ്പോൾ ഇത്രയുമാണ് നമ്മൾക്ക് അല്ലെ ആദ്യത്തെ യൂണിറ്റിൽ എന്ത് ചെയ്യാനുള്ളത്, നമുക്ക് പഠിക്കാനുള്ളത്. മാത്രമല്ല ഇതിനൊരു പ്രവേശകമുണ്ട്. ഉള്ളിലുയർക്കും മഴവില്ലെന്നാണ് നമ്മളുടെ പ്രവേശകത്തിന്റെ പേര്. ഈ പ്രവേശകത്തിന് എന്ത് തന്നിരിക്കണോ, ഒരു പ്രവേശകമായി തന്നിരിക്കുന്ന എന്താണ്, ഒരു അഭിമുഖം എന്ന് പറയുന്ന അല്ലെ, ആരോ എന്നോ എഴുതിയിരിക്കാവുന്നത് എന്ന് പറയുന്ന അല്ലെ ഒരു ലെവലോട് കൂടിയിട്ടാണ് അത് തന്നിരിക്കുന്നത്. അപ്പൊ ചോദിക്കുകയാണ്, ചില ചോദ്യങ്ങളാണ് അല്ലെ. ഏറ്റവും ഇഷ്ടം എന്നെ തന്നെ, അത് കഴിഞ്ഞാൽ അത് കഴിയുന്നില്ലല്ലോ അല്ലെ. അപ്പൊ ഒരാൾ ചോദിക്കുകയാണ്, ഏറ്റവും ഇഷ്ടം ആരെയാണ് എന്നുള്ള അർത്ഥത്തിലാണ് അല്ലേ, എന്നെ തന്നെ. അപ്പൊ അത് കഴിഞ്ഞാൽ അത് കഴിയുന്നില്ലല്ലോ അല്ലേ. ഏറ്റവും ഇഷ്ടമുള്ളത് നമുക്ക് എപ്പോഴും ആരെ തന്നെയാണ്, എന്നെ തന്നെയാണ് എന്നാണ് പറയുന്നത് അല്ലേ. അപ്പൊ ഇത് പുതിയ കാലഘട്ടത്തിൽ ആരെഴുതിയതാണിത് അല്ലെ, ആരാ എഴുതിയത്, KG ശങ്കരപ്പിള്ളയുടെ കവിതകൾ അല്ലെ. KG ശങ്കരപ്പിള്ള എഴുതിയതാണ്. KG ആരാണ്, KG ശങ്കരപ്പിള്ള
ഓക്കെ, KG ശങ്കരപ്പിള്ള എഴുതിയിരിക്കുന്നതാണ്. അപ്പോൾ എന്താ അതിൽ പറയുന്നത് അല്ലേ, പുതിയ കാലത്ത് അല്ലേ ആധുനികതയുടെ സ്വഭാവം ഉൾക്കൊള്ളുന്ന ഒരു കവിതയാണ് കേട്ടോ. ആധുനികതയുടെ സ്വഭാവം ഉൾക്കൊള്ളുന്ന ഒരു കവിതയാണ് അല്ലേ. അപ്പം ഇവിടെയുള്ള മനുഷ്യൻ എങ്ങനെയാണ് ഈ മനുഷ്യൻ സ്വാർത്ഥനായിട്ടുള്ളൊരു മനുഷ്യനാണ് അല്ലേ. അയാളെ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, അയാൾ കാണുന്നത്. അയാളുടെ ചുറ്റുമുള്ളതൊന്നും എന്ത് ചെയ്യണില്ല, അയാൾ കാണുന്നില്ല അല്ലേ. അപ്പോൾ സ്വാർത്ഥതയെ ഉയർത്തിപ്പിടിക്കുന്ന മനുഷ്യൻ്റെ പൊള്ളയായ ജീവിതത്തെയാണ്. ഇപ്പോൾ സെൽഫി എന്ന് പറയുന്നത് തന്നെ എന്താണ്, ഒരു പൊള്ളത്തരത്തെയാണ് കാണിക്കുന്നത് അല്ലേ. അപ്പോൾ വളരെ സ്വാർത്ഥനായ മനുഷ്യനെയാണ് ഇവിടെ കാണിക്കുന്നത്. മനുഷ്യൻ്റെ സ്വാർത്ഥതയെ എന്ത് ചെയ്യുന്നു, KG ശങ്കരപ്പിള്ള വിമർശന വിധേയമാക്കുകയാണ്. ഈ കവിതയിലൂടെ എന്താ ചെയ്യണേ, വിമർശിക്കുകയാണ് ചെയ്യുന്നത് പുതിയ കാലത്തെ മനുഷ്യരെ അല്ലേ. സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിക്കുന്ന ആധുനിക ജീവിതത്തിന്റെ പ്രതിനിധിയാണ് ആര്, കവിതയിലുള്ള ആഖ്യാതാവ്. അപ്പൊ ചിത്രത്തിൽ സെൽഫി എടുക്കുന്ന ഒരാളുടെ പടം നമ്മൾ കാണണേ അല്ലേ. അപ്പൊ സെൽഫികൾ എന്ന് പറയുന്നത് എന്തിന്റെ പ്രതീകമാണ്, സ്വാർത്ഥതയുടെ അല്ലേ, സ്വാർത്ഥതയുടെ പ്രതീകമാണ് സെൽഫികൾ. അപ്പൊ ആ സ്വാർത്ഥത അല്ലെ, ചുറ്റുപാടിനെ ഒന്നും അറിയുന്നില്ല അല്ലെ, താഴെയുള്ളതിനും മേലെയുള്ളതിനും ഒന്നും അയാൾ കാണുന്നില്ല. അയാൾ ആകെ കാണുന്നത് മാത്രമാണ് അയാളുടെ പ്രതിബിംബം മാത്രമാണ് അല്ലെ. അപ്പൊ സ്വാർത്ഥതയുടെ പ്രതിബിംബമായിരിക്കുന്ന പുതിയ കാലത്തെ ആധുനിക മനുഷ്യനെയാണ് KG ശങ്കരപ്പിള്ള ഇവിടെ വിമർശന വിധേയമാക്കുന്നത്. സഹജീവി സ്നേഹം, പരിഗണന അല്ലെ, ഇത് മറ്റുള്ളവരെ ഉൾക്കൊള്ളാനുള്ള മാനസികാവസ്ഥ, ഇതൊന്നും ഇല്ല അല്ലെ. അങ്ങനെ മൂല്യങ്ങൾക്കൊക്കെ എന്താണ്, പരിക്ക് പറ്റിപ്പോയ ഒരു അപകടം നിറഞ്ഞ കാലത്തെയാണ് എന്ത് ചെയ്യുന്നത്, KG ശങ്കരപ്പിള്ള ഈ കവിതയിലൂടെ അല്ലെങ്കിൽ ഈ വരിയിലൂടെ എന്ത് ചെയ്യുന്നത്, ആശയമാക്കുന്നത്. അങ്ങനെ മുതലാളിത്തം, വ്യാവസായികവൽക്കരണം, യന്ത്രവൽക്കരണം തുടങ്ങിയിട്ടുള്ള നിരവധി ഘടകങ്ങളാണ് എന്ത് ചെയ്തിരിക്കണേ, നമ്മളുടെ ലോകത്തെ ഇങ്ങനെ ഇന്ന് പിടിച്ചു വലിക്കുന്നത് എന്നുള്ളതും, അങ്ങനെ ജീവിത മൂല്യങ്ങളെ ഒക്കെ തിരസ്കരിച്ചുകൊണ്ട് മുന്നേറുന്ന സ്വാർത്ഥനായ ആധുനിക മനുഷ്യനെയാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഈ കവിതയിൽ KG ശങ്കരപ്പിള്ള നമ്മളെ കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ വളരെ വളരെ അഗാധമായിട്ടുള്ള ഗഹനമുള്ള അർത്ഥമുള്ള ഒരു വരികളാണ് ഇവിടെ തന്നിരിക്കുന്നത്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. പ്രവേശകങ്ങളിൽ നിന്നും എന്ത് ചെയ്യും, നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കും. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഏതൊക്കെ വീഡിയോസാണ് വേണ്ടത്, ഏതൊക്കെ പാഠങ്ങളാണ് നിങ്ങൾക്ക് അറിയാണ്ടേയുള്ളത്, അതൊക്കെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. ടീച്ചർ പതുക്കെ എന്ത് ചെയ്യാം, ഇപ്പോൾ ഓരോ വീഡിയോസായിട്ട് ടീച്ചർ ചെയ്യാം. ഓക്കെ, എല്ലാവരും ഉഷാറായിട്ടിരിക്കുക. നമുക്ക് അടിപൊളിയായിട്ട് മലയാളം ഫസ്റ്റും നമുക്ക് എന്ത് ചെയ്യണം, പരീക്ഷ എഴുതണം. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും കാണാം.